Lamia Silks Kuttipatrumal Season 2 powered by Cubix and celebrated by Maria's Pickle. ഇശലുകളുടെ നിലാമഴയിലേക്ക് മാപ്പിളപ്പാട്ടിന്റെ സംഗീതധാരയിലേക്ക് ഈ സംഗീത വിരുന്നിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കുട്ടിപ്പട്രുമാൽ സീസൺ 2. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2 റൗണ്ടുകളാണ് നമുക്കുള്ളത്. ഒന്ന് സന്ദേശം റൗണ്ട്, 2 ചിരിയുറുമാൽ. നമ്മുടെ കണ്ടസ്റ്റൻസും എല്ലാവരും റെഡിയായി തന്നെ നിൽക്കുകയാണ്. പക്ഷെ അതിനു മുമ്പായി നമുക്ക് എല്ലാവർക്കും അറിയാം, മത്സരത്തിൽ ശരിയും തെറ്റുമുണ്ട്. ശരിയായ തീരുമാനങ്ങളുടെ അവസാന വാക്കിനായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ആദ്യമായി മാപ്പിളപ്പാട്ടിന്റെ സഹയാത്രികൻ നമ്മുടെ സ്വന്തം ഫിറോസിക്ക. ചാരുതയാർന്ന ആലാപനത്തിനുടമ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഷബ്നം. പാട്ടിന്റെ മായാലോകത്തെ ഭാവസുന്ദരമായ ശബ്ദത്തിനുടമ നമ്മുടെ സ്വന്തം സജ്ല. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ടീം ലാമിയ സിൽക്സ് കുട്ടിപ്പട്രുമാൽ സീസൺ 2-ൽ ഈ ഒരു എപ്പിസോഡിന് തുടക്കം കുറിക്കാൻ എത്തുകയാണ്. സന്ദേശം റൗണ്ടിൽ നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നത് നമ്മുടെ സ്വന്തം നിഹില. ഹായ്, ഞാൻ നിഹില. ഞാൻ സന്ദേശ റൗണ്ടിൽ മണ്ണിനാൽ പടച്ചുള്ള നിന്നെ മണ്ണിലേക്കല്ലോ മടക്കുന്നു പിന്നെ എന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം പ്രോത്സാഹനം എനിക്ക് വേണം. കുട്ടി തട്ടൊക്കെ ഇട്ട് നല്ല മൊഞ്ചത്തി ആയിട്ടുണ്ടല്ലോ. ആരാ തട്ടിട്ട് എന്ന്? മേക്കപ്പ് ചേട്ടനാണോ? ആണോ? ഓക്കെ. ഇന്ന് സന്ദേശം റൗണ്ടാന്ന് അറിയാലോ അല്ലേ? സന്ദേശം, എന്ത് സന്ദേശം നമുക്ക് തരാൻ പോകുന്നേ? മരണത്തെക്കുറിച്ച്, മരണം എന്ന സത്യത്തെക്കുറിച്ചാണ് നിഹിലക്കുട്ടി ഇന്ന് പാടാൻ പോകുന്നത് അല്ലേ? ഏത് പാട്ടാ മോള് പാടുന്നേ? മണ്ണിനാൽ പടച്ചുള്ള നീ. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഗ്രൂമർ ചേട്ടൻ എല്ലാം പറഞ്ഞു തന്നോ? അപ്പൊ നന്നായിട്ട് പാടില്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ.
മോളൂട്ടി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണ? അല്ല സന്തോഷമായിട്ട് നിൽക്കുമോ? നന്നായിട്ട് പാടിയില്ലേ? ഉഗ്രനായിട്ട് പാടിട്ടോ. എല്ലാവരും കൈ കൊടുത്തേ. അല്ല മിടുക്കിയ കുട്ടിയായിട്ട് സന്ദേശം റൗണ്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. വളരെ നല്ലൊരു സന്ദേശമാണ് നമുക്ക് എല്ലാവർക്കും തന്നത്. ഇനി ജഡ്ജസിന് ഇഷ്ടമായത് നമുക്ക് ചോദിക്കാം കേട്ടോ. പ്ലസൻ്റ് ആയിട്ട് നിന്നാലേ അവർ പറയത്തുള്ളൂ. ചിരിച്ചുകൊണ്ട് നിന്നാലേ ജഡ്ജസ് മാർക്കൊക്കെ പറയൂ. ചിരിച്ചേ, ചെറുതായിട്ടൊന്ന് ചിരിച്ചേ. അത്രേ ഉള്ളൂ. ഫിറോസിക്ക കരയൊന്നും വേണ്ട, സങ്കടപ്പെടും വേണ്ട കേട്ടോ. വേറൊന്നും സംഭവിച്ചിട്ടില്ല. മോള് കരയരുത്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിച്ചാൽ പോലും പ്രേക്ഷകരോട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇൻ അഡ്വാൻസ് ഇവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുട്ടികളാണ്, മക്കളാണ്, കുട്ടിപ്പട്ടുറുമാലിലെ കുഞ്ഞു മക്കളാണ് പാടുന്നത്. അതിൽ വരുന്ന തെറ്റുകൾ ഞങ്ങൾ തിരുത്തി. എന്നോടൊക്കെ പറഞ്ഞു ഒരുപാട് പേര് വിളിച്ചിട്ട്. മോള് കേൾക്കുന്നുണ്ടോ ഫിറോസ്ക പറയുന്നത്? എന്നോടൊക്കെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞു ഫിറോസ്ക തെറ്റ് മെല്ലെ തിരുത്തി കൊടുക്കാനേ പാടുള്ളൂ, അവരെ ഫയർ ചെയ്യരുത് കേട്ടോ എന്ന്, അവരെ ശകാരിക്കരുത്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. മോള് വിരുത്തം പാടി പാട്ടിലേക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ വിരുത്തൊന്ന് കുറച്ചൊന്ന് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് പാടിയത്. പാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. പല്ലവി അസാധ്യമായിട്ട് പാടി, ആദ്യത്തെ അനുപല്ലവി ഗംഭീരമായിട്ട് പാടി. പിന്നെ മോൾക്ക് ഒരു സ്ഥലത്ത് താളം ഒന്ന് പോയി അല്ലേ? ഞാൻ പറഞ്ഞുതരാം മോൾക്ക് അതിൻ്റെ ഒരു ഇതെന്താണെന്ന്. താളം പോയി കഴിഞ്ഞാൽ ആ പോയ സ്ഥലത്ത് നിന്ന് വീണ്ടും എടുത്ത് പാടുകയല്ല വേണ്ടത്. മോൾക്കറിയോ അതെങ്ങനെയാന്ന്? ഈ ഒരു പാട്ടിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. താളം പോയി കഴിഞ്ഞാൽ ആ വിട്ട അക്ഷരം വിട്ടിട്ട് താളത്തിൽ പാടണം. താളം ഒരുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അല്ലേ? തുടക്കം മുതൽ അവസാനം വരെ മുന്നോട്ട് ഒരുപോലെ പോയിക്കൊണ്ടിരിക്കും. അവർ നമ്മളുടെ കൂടെയല്ല വരിക, അവർ നമ്മൾക്ക് വേണ്ടിയാണ് വായിക്കുന്നത്. പക്ഷേ താളം ഒരുപോലെ അവർക്ക് മുറിച്ച് വായിക്കാൻ പറ്റില്ല. അപ്പോൾ താളത്തിൻ്റെ ഒരക്ഷരം വിട്ടാൽ ഇപ്പോൾ മണ്ണിനാൽ പടച്ചുള്ള നിന്നെ മണ്ണിലെ മടക്കുന്നു, അവിടെ നമുക്ക് വിഴുങ്ങിപ്പോയാൽ നമ്മൾ മണ്ണിലേക്കല്ലോ അത് വിടുക, എന്നിട്ട് അങ്ങനെ പാടാവൂ. അല്ലാതെ അവിടെ വീണ്ടും എടുത്ത് പാടിയാൽ നമ്മൾ താളത്തിൻ്റെ പുറത്തായി. മനസ്സിലായോ ഞാൻ പറഞ്ഞെന്താന്ന്? ഇതിപ്പോൾ ഇവർക്ക് മനസ്സിലായി. നമ്മുടെ മോളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാര്യം. ഈ ഒരു മിസ്റ്റേക്ക് കുഞ്ഞുങ്ങളിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് അത് പ്രേക്ഷകർ ആ അർത്ഥത്തിൽ എടുക്കുകയുള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ഷബ്നം എന്താ മോളെ, സാരമില്ല, കുഴപ്പമില്ല. അതൊക്കെ നമ്മളിപ്പം മോളെ എന്നാ ഈ പാട്ട് പഠിച്ചേ? പറഞ്ഞ മുതൽ പഠിക്കാം. കമർക്ക റിഹേഴ്സൽ ടൈമിൽ മോള് കറക്റ്റായിട്ടല്ലേ പാടിയേ? അപ്പം ടെൻഷൻ തന്നെയല്ലേ? ടെൻഷൻ്റെ മോളു, അത് കുഴപ്പമില്ല. 2-3 സ്റ്റേജസ് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറിക്കോളും. കരയൊന്നും ചെയ്യരുത്. കരഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഇരുന്ന് കരയും, മൊത്തം പ്രശ്നമാവും. വിഷമിക്കണ്ട, നമുക്ക് അടുത്ത റൗണ്ട്സിലൊക്കെ. മോൾ എന്ത് രസമായിട്ട് ആദ്യം പാടി വന്നതെന്നറിയോ? അത് ആ ചെറിയൊരു പ്രശ്നം വന്നപ്പം മോളങ്ങ് നെർവസ് ആയിപ്പോയി, അതാ പറ്റിയത്. അല്ലാതെ തുടർന്നങ്ങ് പാടിയാൽ മതിയായിരുന്നു. ഇനി മുന്നേ ഉള്ള പാടിയ കണ്ടസ്റ്റൻസൊക്കെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പാടി. മോൾ അതൊക്കെ കണ്ടിട്ട് ഇനിയും അതുപോലെ അങ്ങ് പാടി അങ്ങ് പോയാൽ മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു. താങ്ക് യു ഷബ്നം. നീലക്കുട്ടി ഷബ്നത്തേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നീ സജ്ലാത്തെ എടുത്ത് ചോദിക്കാം. സജ്ല എപ്പോഴും ചിരിച്ചും ഡാൻസൊക്കെ ചെയ്ത് നിൽക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി ഒരിക്കലും കരയരുത് കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങളല്ലേ നിങ്ങൾ, അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ വരും. പക്ഷേ സാരമില്ല, എപ്പോഴും ഒരുപോലെ ആവില്ലല്ലോ അല്ലേ? മോള് പാടിയതിൽ പല പോർഷൻസിലും വളരെയധികം ജീവനുണ്ടായിരുന്നു മോളെ. എന്താ പറയുക, മോൾക്ക് മെയിനായിട്ട് വന്ന ഒരു ടെൻഷൻ കൊണ്ടുള്ളതാണ്. കാരണം ഞാൻ മോളെ ഫസ്റ്റ് ഈ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ തന്നെ മോളെ ശ്രദ്ധിച്ച കാര്യമാണ്. ഭയങ്കരം ആർട്ടിഫിഷ്യലായിട്ടാണ് ചിരിയൊക്കെ ഇങ്ങനെ വെച്ചെടുത്തത്. പക്ഷേ അത് മനസ്സിൽ നിന്ന് വരുന്ന ചിരിയല്ല, ഫുൾ ടെൻഷൻ നിറഞ്ഞിട്ടുള്ളൊരു ചിരിയായിരുന്നു അല്ലേ? കയറുന്നതിന് മുന്നേ ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? പിന്നെ മോൾക്ക് വിരുത്തം തുടങ്ങിയപ്പോൾ തന്നെ മോൾക്ക് എടുത്തിട്ട് പൊന്താത്ത പോലെ ഉണ്ട്. പക്ഷേ പല്ലവി, ഫിറോസ്ക പറഞ്ഞ പോലെ തന്നെ പല്ലവി അനുപല്ലവിയൊക്കെ നന്നായിട്ട് പാടി. കഴിഞ്ഞ പാട്ടിൽ ഞങ്ങളൊക്കെ എന്താ പറഞ്ഞ മോളോട്, ഭയങ്കര വിബ്രാറ്റോസ് കൂടുതലാണ് അല്ലേ പാട്ടിൽ മൊത്തത്തിൽ. അതൊന്നും കണ്ടില്ല, എന്തൊരു മാറ്റം മോൾക്ക് വന്നിരിക്കുന്നേ. ഭയങ്കരം ചേഞ്ച് ഉണ്ട് കേട്ടോ മോളുടെ ആ ഒരു സിംഗിങ്ങിൽ. ക്ലീനായിട്ട് ഇപ്പം മോള് പാടുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ആ ഒരു ചരണത്തിൽ മോൾക്ക് വരി മറന്നു പോയിട്ട് താളമൊക്കെ ഒന്ന് ഇതായിപ്പോയി. പിന്നെ നമ്മളൊക്കെ വിചാരിച്ചു പിന്നെയും ഒരു സ്റ്റാൻസ് പാടാൻ മറന്നോന്ന് തോന്നി. പക്ഷെ അതൊക്കെ ടെൻഷൻ കൊണ്ടുവന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പിന്നെ മോളുടെ ലിറിക്സ് ഇല്ലേ, മോള് പിന്നെ എന്നെ എന്നൊക്കെ പറയുന്നില്ലേ, അത് എന്നീ പിന്നീ എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്നേന്ന് തന്നെ പാടി പഠിക്കണം കേട്ടോ.
അതൊക്കെയാണ് ചെറിയ ചെറിയ മിസ്റ്റേക്സ് വന്നിരിക്കുന്നത്. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം കലക്കി പാടാം കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു സജ്ല. നമുക്ക് മാർക്സ് അറിയേണ്ട ഇനിയല്ല കുട്ടി. ഇനി കരയോ? ഇനി സ്റ്റേജ് വെച്ച് കരയോ? കോമ്പറ്റീഷൻ ആകുമ്പോൾ തെറ്റൊക്കെ വരത്തില്ലേ? ഇല്ലേ? അത്രേ ഉള്ളൂ. അത് അതിൻ്റെ സ്പിരിറ്റിൽ തന്നെ എടുക്കുക കേട്ടോ മോളൂ. ഇനി നമുക്ക് മാർക്സ് ഷപ്നത്തെ എടുത്ത് ചോദിക്കാം. ഓക്കെ ഷപ്നം. 27.5. 27.5 out of 30. Sajla out of 30. Again 27.5. 27.5 out of 30. Firozika. 37. 37 out of 40. Total marks 92 out of 100. നീലക്കുട്ടി ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെയാണ് വിഷമം കേട്ടോ. അതുകൊണ്ട് കരയരുത്. ഇനി ഇവിടുന്ന് ഇറങ്ങിയാലും കരയരുത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രോമിസ് ചെയ്യുക അടുത്ത വട്ടം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് പാടുന്നു ഇല്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോള്. നമുക്കൊരു അസുലഭ നിമിഷം സമ്മാനിക്കാനായി നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരി ഇവിടെ വരുന്നുണ്ട്. ഫാത്തിമ നെഹ്ല. ഹായ്, ഞാൻ ഫാത്തിമ നെഹ്ല. ഞാൻ ചിരി റൗണ്ടിൽ കജയൻ താത്താക്ക് ഇന്നലെ വന്ന മൂന്നാമാര് എന്ന് പറഞ്ഞ പാട്ടാണ് പാടാൻ പോകുന്നത്. ഇനി എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സ്നേഹം എനിക്ക് വേണം. ഫാത്തിമക്കുട്ടി. ഫാത്തിമക്കുട്ടിയാ, മോൾക്കെന്താ പറ്റിയേ? ഞാൻ ആയിസുമുത്താത്തയാണ് മോളെ. മോൾക്കൊരു കാര്യം അറിയോ? മോൾക്ക് കഥയൻ താത്താൻ അറിയില്ലേ? അറിയില്ലല്ലോ. കഥയൻ താത്താൻ അറിയില്ല? നമ്മള് പടക്കേ പറമ്പിലെ കഥയൻ താത്താന്ന്. ആ കഥയൻ താത്താനെ പറ്റിയിട്ട് പറയാനാണ് ഞാൻ അവിടുന്ന് മണ്ടിപ്പാഞ്ഞ് വന്നത്. ഫിറോസ്ക, മോള് പോയിട്ട് അവിടെ ഇരിക്ക്. താത്ത പാട്ട് പാടിയിട്ടുണ്ട്, കഥ പറഞ്ഞുതരാം. ഷർട്ടും
മോൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടാ? എനിക്കിഷ്ടായി. എന്നെ ആദ്യം ഒന്ന് ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതായിപ്പോയി. ഒരു കാര്യം ചോദിക്കാണ്ട്. ഞാൻ ഇനി ഫാത്തിമ നെഹൽ ആവട്ടെ? ഫാത്തിമ നെഹല ആവണം, അതാണ് നമുക്ക് ഇഷ്ടമല്ലേ? ഫാത്തിമേനെ മിസ് ചെയ്തില്ലേ? എല്ലാവരും ഒരു കൈയടിച്ചേ. ഫാത്തിമ ഇപ്പൊ തിരിച്ചു വരും. എന്താണെങ്കിലും കണ്ണിനും കാതിനും നല്ലൊരു വിരുന്നാണ് ഈ രണ്ട് കൂട്ടുകാരെ നമുക്ക് തന്നത്. ഒന്ന് നമുക്കറിയാം നമ്മുടെ ഉമ്മ, പിന്നെ മറ്റൊന്ന് നമ്മുടെ താത്ത സമൃദ്ധയാണ്. സമൃദ്ധ കുട്ടിയാണ്. ഇത്ര സുന്ദര മീശയൊക്കെ വെച്ചിട്ട് ഇല്ലേ? ആ പല്ലെന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടാ എന്തിനല്ല പല്ലെന്ന് കണ്ടോ? അപ്പോൾ താത്തയും ഉണ്ട്, ഉമ്മയുണ്ട്. ഉമ്മ കലക്കി കളഞ്ഞു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ജഡ്ജസിന് ഇഷ്ടമായെന്ന് ചോദിക്കണ്ടേ? ഓക്കെ, നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ഷബ്നം. എൻ്റെ റബ്ബേ, എന്തെങ്കിലും ചോദിക്കെന്നോട്. നീരജ അടുത്ത് ചോദിച്ച പോലെ. മോൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടാ? അല്ലാ, സൂപ്പർ, താങ്ക് യു. അടിപൊളി. എന്ത് ഇതിൽ കൂടുതൽ പറയണ്ടേ? എല്ലാ വാക്കും ഉണ്ട്. സൂപ്പർ, അടിപൊളി, എന്തൊക്കെയാ പറയണ്ടേ അതൊക്കെ. എന്തൊരു ആംബിയൻസാണ് ക്രിയേറ്റ് ചെയ്തത്. സംഭവമായിരുന്നു, ഭയങ്കരമായിരുന്നു. ആദ്യത്തെ സത്യം പറഞ്ഞാൽ പാട്ടിന് മുന്നേ തന്നെ ഫുൾ മാർക്ക് പറഞ്ഞില്ലേ, ആദ്യത്തെ ഒരു ഡയലോഗ്സ് ഉണ്ടായിരുന്നല്ലോ, അതിൽ തന്നെ ഞങ്ങളൊക്കെ തകർന്നു. അല്ല, ഞാനും തകർന്നു എന്ന് പറയായിരുന്നു ആദ്യത്തെ ഡയലോഗില്. അതെ, മുഖത്ത് അതൊക്കെ കാണാനുണ്ടായിരുന്നു. ഞങ്ങളിവിടെ പറയുന്നുണ്ടായിരുന്നു നീരജ തകർന്നു എന്ന്. ഭയങ്കരമായിരുന്നു മോളെ. കാര്യം ഒന്നും പറയാനില്ല, അത്രത്തോളം. പിന്നെ ലാസ്റ്റ് ചരണം കണ്ണ് വിടാതിരിക്കാൻ വേണ്ടി ലാസ്റ്റ് ചരണം മോള് മറന്നുപോയതാണോ അതോ പെട്ടെന്ന് ലിറിക്സ് കിട്ടിയില്ല അല്ലേ? അത് കുഴപ്പമില്ല. അതിനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പാടുമ്പം അതൊരു പ്രശ്നമായിട്ടൊക്കെ പറയുന്നത്? ആളുകൾ അടിക്കില്ലേ ഞങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞ? എന്തായാലും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. താങ്ക് യു ഷബ്നം. സജ്ല, എന്നോടും വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചേ. സുഖായിട്ടിരിക്കണ്ട മോള്? ഓ, സുഖാണല്ലോ ഫാത്തിമ. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരുമോ എന്നൊക്കെ ചോദിച്ചോടെ. അപ്പൊ ഗിഫ്റ്റ് തരുമോ? അയ്യോ, തരാട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് തരാട്ടോ. ഞാൻ ലാസ്റ്റ് തരാം. ഇതാരാ അടുത്ത് നിൽക്കുന്ന ആരാ? അത് പാട്ടില്. ശരിക്കും ആരാണത്? ഇത് കതിയൻ താത്താന്റെ പുതിയ അത് പാട്ടിലല്ലേ? ശരിക്കും ഇത് ആരാണ്? മോളുടെ നെയ്ബർ ആണോ, മോളുടെ ഫ്രണ്ട് ആണോ, ആരാണ്? അത് ജോത്സ്നേന്റെ അനിയത്തിയ. ആണോ? മനസ്സിലാവുന്നില്ല കേട്ടോ ആളെ. ഫുൾ മേക്കപ്പ് ഒക്കെ മാറ്റിയിട്ടൊന്ന് വരണം കേട്ടോ സ്റ്റേജിൽ. നമുക്ക് ശരിക്കും ഉള്ള സമ്പ്രദായം ഒന്ന് കാണണം. പക്ഷെ കുറച്ച് നാണുണ്ട് അല്ലേ ആക്ട് ചെയ്യാനൊക്കെ? എന്തോ ഒരു ചെറിയൊരു ചമ്മലുണ്ട്. ആദ്യമായിട്ടാണോ? ആണ് അല്ലേ? പക്ഷേ ഇനിയും എല്ലാ കുട്ടികളും സപ്പോർട്ട് ചെയ്യാൻ സ്റ്റേജിൽ വരണം കേട്ടോ. പിന്നെ മോളെ ഉഷിരം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. മോളുടെ ആ ഒരു വോയിസിലുണ്ട് ഓൾറെഡി ആ ഒരു കോമഡി സ്റ്റൈലുണ്ട്. അത് മോൾക്ക് തന്നെ അറിയാം അല്ലേ? ആ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മോൾ ഈ സ്റ്റേജിൽ വന്നതും പെർഫോം ചെയ്തതും. നന്നായി കലക്കിട്ടോ. പിന്നെ മോളെ പിന്നെ ഫസ്റ്റ് മോള് തുടങ്ങിയത് തന്നെ മറന്നുപോയില്ലേ ഓർക്കസ്ട്ര തുടങ്ങിയപ്പോഴേ. പക്ഷെ അതൊന്നും പ്രശ്നമൊന്നും ഇല്ലാണ്ട് നല്ല ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒന്ന് മോള് പല്ലവി ലാൻഡ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് മോളങ്ങ് വിട്ട് കളയുന്നു. ആ ഒരു വോയിസ് അല്ല ലാൻഡ് ചെയ്യുമ്പോൾ ഉള്ളത്. പിന്നെ ആക്ഷൻസ് ഒക്കെ കറക്റ്റാണ് കേട്ടോ. ഹാഫ് ഷർട്ട്, തലയിലുമുണ്ട്, എന്തൊരു സുന്ദരന്, ഇതൊക്കെ അടിപൊളിയാക്കി. പിന്നെ മോളെ ഒരു പ്രശ്നം മോൾക്ക് വന്നിട്ടുള്ളൂ, അനുചരണത്തിൽ മറന്നുപോയി ലിറിക്സ് അല്ലേ? പക്ഷേ നേരത്തെ നിഹില എന്ന് പറയുന്ന കുട്ടീനോട് ഫിറോസ്ക പറഞ്ഞ ഓർമ്മയുണ്ടോ? എന്ത് വേർഡ്സ് മറന്നു പോയാലും നമ്മൾ തുടങ്ങുന്നത് താളത്തിലായിരിക്കണം. പക്ഷേ മോളത് താളം വിട്ടിട്ടാണ് തുടങ്ങിയത്. അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. പിന്നെ മോൾ അനുപല്ലവിയിലും ചരണത്തിലൊക്കെ ഒരു ട്യൂൺ പാടിയല്ലോ, എന്തായിരുന്നു? അടിപൊളി. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാടിപ്പിച്ചേ. അപ്പോൾ എന്തായാലും ആ ഒരു കോമഡി സ്റ്റൈൽ മോൾ എന്തായാലും കൊണ്ടുവന്നു. നന്നായി. താങ്ക് യു സജ്ല. ഫിറോസിക്ക, ഞാനിവിടെ ഒരു സാധനം ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഒരു സാധനം കട്ടെടുത്തിട്ട് ഷബ്നം അടിയല്ലോ കിട്ടും. ഞാൻ കൊടുക്കാൻ വെച്ചിരുന്നതാ. എന്താ ഫിറോസിക്ക ഇത്? പ്രശ്നം ഉണ്ടാകല്ലേ? കട്ടെടുത്ത് ഓടിയതാണ്. എന്തെങ്കിലും ഒന്ന് തരാൻ വേണ്ടി കേട്ടോ. സമാധാനമായി. ഓ, ഇനി ഇവിടുന്ന് പറയല്ലോ. ഇവിടെ വന്നിട്ട് പറഞ്ഞോളാം ഞാൻ. ബാക്കിയാണ് അവിടുന്ന് അനുഭവിച്ചോളാം ഞാൻ. ഇവിടെ ഇന്ന് അഭിപ്രായം കൂടെ അങ്ങ് പറഞ്ഞു, അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ.
ഒരു ഗിഫ്റ്റ് കൊടുക്കാതെ ഒരു നിവർത്തിയില്ല എന്നൊരവസ്ഥയിൽ ഞാൻ അങ്ങനെ രണ്ടുപേരും പറയുമ്പോൾ ആലോചിക്കായിരുന്നു, ഇത് എവിടെയാണിപ്പോൾ ഒരാളുടെ അടുത്ത് കുറേ ചെയിനും വളകെടുത്ത് കുട്ടി, അപ്പോൾ എന്താ ഇപ്പോൾ കട്ടെടുക്കാൻ പക്ഷേ മറ്റേ അത് ഞാൻ ഇവിടെ എടുക്കാൻ മറന്നു ബാഗിൽ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ വലത്തെ സൈഡ് നോക്കുന്നുണ്ട്, വലത്തെ സൈഡ് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇടത്തെ സൈഡ് ഒരു സഞ്ചി ഇങ്ങനെ തൂങ്ങുന്നു, എടുത്ത് ഓടിയതാ. ഇനി പറയാം, ഇവിടുന്ന് പറയാം അല്ലേ? അസാധ്യമായിട്ട് പാടി. താങ്ക് യു കേട്ടോ, ഗംഭീർ. ഈ ഉടുപുടയാടകളൊക്കെ, തലശ്ശേരിയുടെ ഉടുപുടയാടകളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്ത് പൊക്കുന്നില്ല കേട്ടോ. ചിലപ്പോൾ അത് ഇന്നലെ അഴിഞ്ഞ പോലെ അഴിഞ്ഞു പോയാൽ പിന്നെ കുറച്ച് സമയമെടുക്കും എപ്പിസോഡ് തീരാൻ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായില്ല. ഇന്നലെ വന്നൊരു മൂന്നാം മാരന് ഹാഫ് ഷർട്ടും തലയിൽ കെട്ടും, എന്തൊരു സുന്ദരന്. അതെന്താ എന്തൊരു എന്ന് ചോദിച്ചാൽ മൈനസാണ് അല്ലേ? അവിടെ മുഖം മൈനസാ, പിന്നെ സുന്ദരന്. അതെനിക്കൊന്ന് വിശദീകരിച്ച് തരുന്നെ വേണം. എന്ത് സുന്ദരനാണ്. അപ്പൊ എന്താ ആക്ഷൻ അതിൻ്റെ? എന്ത് സുന്ദരനാണ്. ആ മലയാളം എനിക്കറിയില്ല. ഞാനൊരു ഗ്രാജുവേഷൻ വരെ പഠിച്ചിട്ടും ആ മലയാളം പഠിച്ചിട്ടില്ല. ഇത് ഒരു മൈനസും ഒരു പ്ലസും. അപ്പോൾ എന്താ അതിൻ്റെ റിസൾട്ട്? സജില, എന്താ അതിൻ്റെ റിസൾട്ട്? സജിലയ്ക്കും അറിയായിരിക്കില്ല. എനിക്കറിയില്ല. പക്ഷെ അത് മോള് ചെയ്യുമ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു അത് കേട്ടോ. അത് ഭയങ്കര ഭംഗിയായിരുന്നു. കാരണം അതൊന്ന് ജനങ്ങളും ഇത് തന്നെ പറയും. ഞാൻ ഈ പറഞ്ഞത് തന്നെ ആളുകൾ പറയും, എന്താണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്, എന്തൊരു സുന്ദരന്. ബാക്കി ഭാഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് പാടി കേട്ടോ. ഇതാ നിങ്ങൾ ഏൽപ്പിക്കുകയാണ് ഈ കുരുന്നുകളെയൊക്കെ കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഇനി അറിയേണ്ടത് മാർക്സ് ആണ്. നമുക്ക് സമൃദ്ധയെ കൊണ്ട് മാർക്സ് ചോദിക്കാം. കാരണം സമൃദ്ധ ഇതേവരെ ഒന്നും മിണ്ടിയിട്ടില്ല ഇല്ലേ സമൃദ്ധ കുട്ടി? മിണ്ടാൻ പറ്റാത്ത പല്ല് കാരണമാണോ? അല്ല, നല്ല പല്ല കൊച്ചിൻ്റെ, വെറുതെ പറയാം. അപ്പൊ മാർക്സ് ചോദിച്ചേ, ഫിറോസ്ക്ക് എടുത്ത് എത്ര മാർക്കാന്ന് ചോദിച്ചേ? എത്ര മാർക്കാ ഫിറോസ്ക്ക്? 39.5. 39.5. സജ്ല 29.5. 29.5. ആൻഡ് ഷബ്നം 29.5. 29.5. അതായത് ടോട്ടൽ മാർക്സ് 98.5 ഔട്ട് ഓഫ് 100. അപ്പോൾ പാത്തുമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി. ആ ഗിഫ്റ്റ് എങ്ങനെയാ ഇപ്പൊ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കണേ? ഷെയർ ചെയ്യോ? ഇല്ല. കൊടുക്കോ? വേറെ കൊടുക്കൂല്ലേ? അപ്പൊ എന്താണെങ്കിലും നല്ല നല്ല ഗംഭീര പെർഫോമൻസ് ആയിട്ട് വരിക സമൃദ്ധ. ഇനിയും നമുക്ക് ഈ സ്റ്റേജിൽ വെച്ച് കാണാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ ഈ വേദിനെ സംഗീത സാന്ദ്രമാക്കാൻ എത്തുകയാണ് നമ്മുടെ കൊച്ചു കലാകാരൻ, മറ്റാരുമല്ല സിനാൻ. നമസ്കാരം. പ്രകൃതി നമ്മുടെ മാതാവാണ്. പ്രകൃതിയെ നാം വേണം സംരക്ഷിക്കാൻ. സന്ദേശം റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്ന പാട്ട് കവി ചങ്ങമ്പുഴയുടെ ഹൃദയം കവർന്നവര കറയറ്റ് ഗ്രാമഭംഗി ഓർമ്മകളായി എന്ന പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം എനിക്കുണ്ടാവണം. സിനാൻകുട്ടാ, ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടുല്ലോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പേരുണ്ട് ഔദ്യോഗികൻ എന്ന്. അതെന്താ? ഈ ഔദ്യോഗികൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒഫീഷ്യലാണ് അല്ലേ? ഭയങ്കര ഒഫീഷ്യലും ഭയങ്കര സീരിയസ് ആയിട്ടാണ് മോൻ എപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കണേ? അതെ അല്ലേ? അപ്പൊ സിനാന് ഇനി അറിയേണ്ടത് നമ്മൾ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? കവി ചങ്ങമ്പുഴ പറഞ്ഞ പാട്ട്. അപ്പൊ ആ പാട്ട് എന്ന് പറഞ്ഞാൽ സന്ദേശം ഉണ്ടാവുന്ന പാട്ടാണ്. എന്ത് സന്ദേശം മോ നൽകുന്നത്? പ്രകൃതിയെ പറ്റി, പ്രകൃതിയെ കുറിച്ചുള്ള സന്ദേശമാണ്. പ്രകൃതി സംരക്ഷിക്കാനുള്ളതാണോ? അതെ അതെ. അപ്പൊ എന്താണെങ്കിലും നന്നായിട്ട് പാടൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോന്. കവി ചങ്ങമ്പുഴയുടെ ഹൃദയം കവർന്നൊരാൾ കറയറ്റ ഗ്രാമഭംഗിയോർമ്മകളായി കസവിട്ട് കളകളം പാടിയാടി കുതിച്ചോടും നദികളും നാട്ടിൽ നിന്നന്യമായി പലരണി വണികളും അഴകാം മരനിര കാടുവെട്ടിയും മേട കെട്ടിയും ഓടി കെട്ടിയും പുഴകളിൽ മണലൂറ്റി കുടിനീര് വറ്റി അറുതിയും വരുത്തി കൊടും
മണി തന്നിൽ വീശില്ല, മലർവാക പൂത്തതില്ല, മണ്ണും മാന്തി മാന്തി കൊന്നു സകലം കുഴികളായി വയലും വരണ്ടു പോയി. കാണു വിത്ത് മോണമുണ്ടിട് നാളെത്ര വീണടഞ്ഞു, ജനതാതി പെരുത്തില്ലേ അഹമ്മദി മുഴുത്തില്ലേ, മലയാള പെരുമയിൽ നകലേ. മതി മതി ഹേ മതി 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 ഇനി മതി, കാടുകൾ വെട്ടും കയ്യേറ്റം, മണ്ണിന് തീരെ ദഹിക്കാത്ത പ്ലാസ്റ്റിക്കിന്റെ വിളയാട്ടം, നാടിൻ പടയണി നേരിൻ മുന്നണി പോലിന് വരവായി ഹുങ്കിടു തടയിടാൻ ഹരിതമി ശ്യാമ കോവളം, കേരളം നന്മതൻ താവളം. കവി ചങ്ങമ്പുഴയുടെ ഹൃദയം കവർന്നൊര കറയത്തെ ഗ്രാമഭംഗിയോർമകളാൽ, കസവിട്ട് കളകളം പാടിയാടി കുതിച്ചോടും നദികളും നാട്ടിൽ നിന്നന്യമായി, മലരണി വനികളും അഴകാമര നിര, കാട് വെട്ടി മേട് കെട്ടി മോടി കൊട്ടി പുഴകളിൽ മണലൂറ്റി. കവരുന്നുണ്ട് അഭിമാനം കള്ളമേറിച്ചതീർ, കനിവുള്ള കൽവുകളിൽ നിന്ന് ചുരുക്കമല്ലേ, പല ചെരിത്തിരിഞ്ഞ് ആർത്തികളായി ജാതികളായി കൊലവിളിയായി നിലവിളിയായി, പാർട്ടികളായി ജാതികളായി കൊലവിളിയായി നിലവിളിയായി, വിദേശീയ കുത്തകകൾ വെള്ളമുറ്റും പുറമേ, വസന്തവും ഹേമന്തവും ഇഷ്ടപ്പെട്ട വിധമേ, പനികൾ പലതരം ദിനകൾ ബഹുവിധം ദൂരെ വിട്ടിടും അനുജ, ഒരു നവ കേരളം തീർക്കാൻ മതിലുകൾ സകലം തകർത്തിടാം, മനസ്സുകൾ ചേർത്തിടാം, നാദ തന്നുടെ പ്രീതി കിട്ടുവാൻ ഏതു നേരവും നന്മ ചെയ്തിടാം, കേരള നാട് ജയ ജയതേ. കവി ചങ്ങമ്പുഴയുടെ ഹൃദയം കവർന്നൊര കറയത്തെ ഗ്രാമഭംഗിയോർമകളായി, കസവിട്ട് കളകളം പാടിയാടി കുതിച്ചോടും നദികളും നാട്ടിൽ നിന്നന്യമായി, മലരണി വനികളും അഴകാമര നിര, കാട് വെട്ടി മേട് കെട്ടി മോടി കൂട്ടി പുഴകളിൽ മണലൂറ്റി. കുടിനീര് വറ്റി അറുതിയും വറുതിയും വരുത്തി, കൊടുമ്പി മൺയന്ത്ര വണ്ടി കൊന്ന് കുത്തി നിരത്തി, ഒക്കെ വീസി എന്നൊരു മട്ടിൽ യൂക്കല് കാട്ടി തൊലിക്കട്ടി കലിയുക പൊരുളിതോ. കവി ചങ്ങമ്പുഴയുടെ ഹൃദയം കവർന്നൊര കറയത്തെ ഗ്രാമഭംഗിയോർമകളാൽ, കസവിട്ട് കളകളം പാടിയാടി കുതിച്ചോടും നദികളും നാട്ടിൽ നിന്നന്യമായി, മലരണി വനികളും അഴകാമര നിര, കാട് വെട്ടി മേട് കെട്ടി മോടി കൂട്ടി പുഴകളിൽ മണലൂറ്റി. സിനാൻ, എന്തോ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ മെസ്സേജസും ആൾക്കാരിൽ എത്തിച്ചു എന്നുള്ളതാണ് ഈ ഒരു പാട്ടിന്റെ ഗുണം അല്ലേ. വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മെസ്സേജ് ആണ് സിനാന്റെ ഈ പെർഫോമൻസിലൂടെ നമുക്ക് കിട്ടിയത്. എന്താണെങ്കിലും നന്നായി മോനെ. ഇനിയിപ്പം മോന്റെ പാട്ടിനെ കുറിച്ച് ജഡ്ജസ് പറയും. ഓക്കെ, നമുക്ക് ചോദിക്കാം. സജ്ല, നല്ലൊരു സന്ദേശം പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ച് അല്ലേ. ശരിക്കും സത്യമാണല്ലേ, നമ്മുടെ നാടുകളിലൊക്കെ നദികളും വൃക്ഷങ്ങളും ഒക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകളും ഫ്ലാറ്റും ഒക്കെ ആയിട്ട് നിറഞ്ഞ്, അതുകൊണ്ട് തന്നെയാണ് ഈ മെയിൻ ചൂടൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലേ. അപ്പോൾ നല്ലൊരു സന്ദേശം മോൻ സെലക്ട് ചെയ്തു. ആരാണത് ചൂസ് ചെയ്തതെന്ന്? അഷ്റഫ് ഖാൻ അല്ലേ. നല്ലൊരു സെലക്ഷൻ. അത് സെലക്ട് ചെയ്യുന്നതിൽ മാത്രമല്ല, നന്നായി അവതരിപ്പിക്കുന്നതിലാണല്ലേ കാര്യം. മോൻ നന്നായി തന്നെ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല ജെനുവിൻ വോയിസ് ആണ് മോൻ്റെത്. ഒരു എന്താ പറയുക, ഫീമെയിൽ വോയിസും അല്ല മെയിൽ വോയിസും അല്ല, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള വോയിസാണ്. നല്ല വോയിസ്, എനിക്കിഷ്ടമായി. പിന്നെ നല്ല ആത്മാർത്ഥതയോടെ പാടാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് നല്ല പെർഫോമൻസ് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ടൈറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുക. പിന്നെ മോനെ, എനിക്ക് ഒരു സംശയം, ചരണത്തിലും അനുപല്ലവിയിലും ഒരേ ലിറിക്സ് പാടുന്നുണ്ടല്ലോ, അതങ്ങനെ തന്നെയാണോ?
പ്ലാസ്റ്റിക്കിനെ കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണല്ലേ? മാറിപ്പോയതൊന്നും അല്ലല്ലോ. അപ്പം എനിക്കൊരു സംശയമായിരുന്നു. കറക്റ്റ് ശ്രുതിയിൽ മോൻ പാടുന്നില്ല. ആ ഒരു നല്ല ശ്രുതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പാടണം. അതിന് നന്നായിട്ട് ശ്രുതി വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. മോന് പ്ലെയിൻ ആയിട്ടായിരിക്കും അല്ലേ? എന്തെങ്കിലും ശ്രുതിയിലാണോ പ്രാക്ടീസ് ചെയ്യാറ്, അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ പാടിപ്പോവാറാണോ? പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് നന്നായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം മോനെ. നമുക്ക് ആ ഒരു കറക്റ്റ് ശ്രുതിയിൽ മോൻ പാടുന്നത് തോന്നുന്നില്ല. പിന്നെ പല്ലവിയിലൊക്കെ അഴകാം, അതൊക്കെ ഫസ്റ്റ് പാടിയപ്പോൾ ഒന്നും ഫിനിഷിങ് ഇല്ലായിരുന്നു. പിന്നെ അനുപല്ലവിയൊക്കെ കഴിഞ്ഞ് പാടി വന്നപ്പോൾ മോൻ ആ പ്ലാൻസൊക്കെ കുറച്ചുകൂടി വൃത്തിയാക്കി പാടിയിട്ടുണ്ട്. എന്തായാലും ഈ ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ ഒന്ന് തിരുത്തിയാലും മോനെ നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ സാധിക്കും. അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ല. ഫിറോസിക്ക, കഴിഞ്ഞ പാട്ട് ടി വിയിൽ വന്ന് വിളികളൊക്കെ വന്നോ? എനിക്കും കുറേ വിളികൾ വന്നു കേട്ടോ. നല്ല അഭിപ്രായം പറഞ്ഞ് വിളിച്ചു പലരും. അപ്പോൾ ആ പാട്ട് കേട്ടതിൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ പറയുമ്പോൾ മോൻ ഇന്ന് അത്ര കംഫർട്ടബിൾ അല്ല പാടിയതിൽ, അത്ര സുഖിച്ചല്ല പാടിയെന്ന്. ഞാൻ ഈ പാട്ടിനെ കുറിച്ചൊരു അഭിപ്രായം പറയാം. എനിക്കത് പറയാമെന്ന് തോന്നുന്നു. ആർക്കും അത് പരിക്ക് പറ്റുന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. ഈ വരികൾക്ക് കൊള്ളിക്കാവുന്നൊരു ഈണമല്ല ഇത് യഥാർത്ഥത്തിൽ. മോനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മോനൊരു പാട്ടെടുത്തു, ഒരു പാട്ട് കേട്ടു എടുത്തു. ഈ വരികൾക്ക് ഇത് നിലവിലുള്ള ഒരു ഈണമാണ്. സംസ്ഥാന യുവജനോത്സവത്തിനും മറ്റ് യുവജനോത്സവങ്ങൾക്കൊക്കെ പാടുന്ന ഒരു ട്രഡീഷണൽ ഈണമാണിത്. ഒരു 2 or 3 ഒരു പാട്ടല്ല, കുറേ പാട്ടുകൾ നിലവിലുണ്ട് ഈണത്തിൽ. അതിൽ ഈ വരി എഴുതി കൊള്ളിച്ചതാണ്. മോൻ ചെയ്തു എന്നല്ല പറയുന്നത്, അങ്ങനെ ഒരു പാട്ട് ജനിച്ചതാണ്. മനസ്സിലായോ? അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഈ വരികൾക്ക്, ഈ പ്രകൃതിയെക്കുറിച്ച് ഇങ്ങനെ പാടുമ്പോൾ പുഴകൾ നശിപ്പിക്കപ്പെടുന്നു, മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുന്നു, നമുക്ക് മഴ കുറയുന്നു, ചൂട് വരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ നമ്മൾ പറയുന്ന വിഷയങ്ങൾ. അതൊക്കെയാണ് അല്ലേ? കാട് വെട്ടി, മേട കെട്ടി, മോടി കൂട്ടി അല്ലേ? അവിടെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആവശ്യകതയാണ്. എന്നാൽ പോലും നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ സഫറിങ് ഒക്കെ നമ്മൾ ഇപ്പുറത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതി സംരക്ഷിക്കപ്പെടണം എന്നുള്ളതിൻ്റെ ഒരു താക്കീതാണ്. ആ ഒരു മെസ്സേജാണ് നമ്മളിതിലൂടെ കൊടുക്കുന്നത്. അത് മെസ്സേജ് വൈസ് പാട്ട് ഓക്കെയാണ്. പക്ഷേ ഈ ട്യൂണ് യഥാർത്ഥത്തിൽ മോന് ഈ അർത്ഥത്തിൽ പാടി ഫലിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഈ വരികൾക്ക് ഈ ട്യൂൺ ഇണങ്ങാത്തത് കൊണ്ടാണ്. ഞാനിത് ആർക്കും പരിക്ക് പറ്റാൻ വേണ്ടിയല്ല പറയുന്നത്, എൻ്റെ ഒരു ആത്മാർത്ഥമായ അഭിപ്രായം. കുറേ പാട്ടുകൾ കേട്ട് പരിചയിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ഷബ്നം, നന്നായിട്ട് പാടി മോനെ. മോൻ പിന്നെ പാട്ടിൻ്റെ അകത്തുള്ള ചില പാട്ടുകൾ, എല്ലാ പാട്ടും നമുക്ക് ചിലപ്പോൾ മാച്ച് ആവില്ല. ചില പാട്ടുകൾ, പക്ഷേ ചില പാട്ടുകൾ മാച്ച് ആവാതെ വരാം. എങ്കിലും നമ്മളൊരു കോമ്പറ്റീഷൻ ആകുമ്പം, അല്ലെങ്കിൽ ഇപ്പം സിനാൻ ഇവിടെ മാത്രം പാടാനുള്ളതല്ലല്ലോ, നമ്മളിപ്പോൾ പ്രൊഫഷണലായിട്ട് പാട്ട് തന്നെ കൊണ്ടുപോകണമെന്നല്ലേ സിനാൻ്റെ ആഗ്രഹം അല്ലേ? അപ്പം അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ വിളിച്ചിട്ട് സിനാൻ്റെ അടുത്തൊരു പാട്ട് തരികയാണ്. അപ്പോൾ നമുക്ക് ആ മ്യൂസിക് ഡയറക്ടറോട് ഈ മ്യൂസിക് എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ പാടിക്കൊടുക്കണം, വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് മോൻ ചെയ്യേണ്ട കാര്യം ഇതാണ്. മോൻ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം. പിന്നെ മോന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു വരി പാടിയിട്ട് അടുത്ത വരിയിലേക്ക് പെട്ടെന്ന് അത് തീരുന്നതിന് മുന്നേ പോകാനുള്ള ഒരു ടെൻഡൻസി, അതൊന്ന് ശ്രദ്ധിക്കണം. അത് കുറയ്ക്കണം. ഒരു വരി പാടി തീർന്നിട്ട് ആ താളത്തിന് അടുത്ത വരിയിലോട്ട് കയറാം, പെട്ടെന്ന് ചാടി കയറുന്ന പോലെ ഒരു തോന്നൽ എനിക്കുണ്ടായി. പല്ലവിയിൽ മുഴുവനായിട്ടും പല്ലവി പാടിയപ്പോഴൊക്കെ ആ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു മോൻ അങ്ങനെ പാടുന്നതായിട്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ശരിയായില്ലെന്നേ ഉള്ളൂ, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു മോനെ. ശരി, താങ്ക് യു ഷബ്നം. സിനാൻ, മാർക്സ് ചോദിക്കാം. ഓക്കെ. ഫിറോസിക്ക, ഔട്ട് ഓഫ് 40? 38. 38 out of 40. സജ്ല? സിനാന് 28.5. 28.5 out of 30. ഷബ്നം? 28. 28.5 out of 30. Total marks 94.5 out of 100. ഇപ്പൊ സിനാൻ വളരെ ഒഫീഷ്യലായിട്ട് ഇങ്ങനെ മസിലൊന്നും പിടിച്ച് നിൽക്കേണ്ട കേട്ടോ, വളരെ കൂളായിട്ട് നിൽക്കൂ. ഇപ്പൊ പറഞ്ഞ തെറ്റുകളൊക്കെ മനസ്സിലായല്ലോ, തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ചെറിയ ഇമ്പ്രൂവ്മെന്റ് വരുത്തണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം മോന് പറ്റും, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ സ്റ്റാർ പെർഫോമറിന് ലഭിക്കുന്നത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഷെർവാണിയാണ്. ദാറ്റ് വാസ് സ്പോൺസർഡ് ബൈ ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി. പെൺകുട്ടിയാണെങ്കിൽ പട്ടുപാവാട ഫ്രം പ്രിൻസ് പട്ടുപാവാട എറണാകുളം. അപ്പോൾ ആരാണ് ഇന്നത്തെ സ്റ്റാർ പെർഫോമർ? എഗൻ ജോലി ഇന്ന് ആരെ ഏൽപ്പിക്കണം?
ഫിറോസിക്ക് എടുത്ത് ചോദിക്കാം. ഫിറോസിക്ക, ഹൂസ് എ സ്റ്റാർ പെർഫോമർ? അപ്പോൾ ഇന്ന് സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് രക്ഷിതാക്കൾക്കും പ്രേക്ഷകർക്കും ഒക്കെ മനസ്സിലായി കഴിഞ്ഞു. ഇനി അത് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റാറായിട്ട് വരുന്ന ആൾ പാടിയ പാട്ടിൻ്റെ അനുപല്ലവിയുടെ ആദ്യത്തെ അക്ഷരം പറയാം. അതെന്താ മറ്റുള്ളവരൊന്നും പറയാത്ത? അനുപല്ലവിയുടെ ആദ്യത്തെ അക്ഷരം പറയാം. അനുപല്ലവിയുടെ, പല്ലവിയുടെ അല്ല അല്ലേ? അപ്പോൾ പല്ലവിയുടെ ആദ്യത്തെ അക്ഷരം പറയോ? പല്ലവിയുടെ ഞാൻ അനുപല്ലവിയുടെ ആദ്യത്തെ അക്ഷരം പറയാം. പല്ലവിയുടെ നമ്മൾ പറയാം. അനുപല്ലവിയുടെ ആദ്യത്തെ അക്ഷരം മ. പല്ലവിയുടേത് മാ ആവുമ്പോൾ പല്ലവിയുടെ ആദ്യത്തെ അക്ഷരം കായിരിക്കും. കിട്ടിയോ? പ്രേക്ഷകർക്ക് കിട്ടിയോ? കിട്ടിയോ? കായാണ് തുടക്കമെന്ന്. കമറൂന്നോ? കമറും അല്ല. എന്നാ നേരെ കൊടുക്കുക അദ്ദേഹത്തിന്. അതിലൊരു നിനക്ക് താത്തായും ഉണ്ട്. ഇവർ ഒരു താത്ത ആ പാട്ടിലോ? ഇപ്പൊ കിട്ടിയോ? പല്ലവിയിലൊരു താത്ത. നമുക്കൊന്ന് പാടിക്കൊടുത്താലോ? ആദ്യം പാടിക്കൊടുക്കുക ആ പാട്ടിന്റെ തുടക്കം. കതിയന്താത്തക്കിന്നലെ വന്നൊരു മൂന്നാം മാരനെ, ഹാഫ് ഷർട്ടും തലയിൽ കെട്ടു എന്തൊരു സുന്ദരനെ, എന്തൊരു സുന്ദരനെ. കതിയന്താത്തക്കിന്നലെ വന്നൊരു മൂന്നാം മാരനെ, ഹാഫ് ഷർട്ടും തലയിൽ കെട്ടു എന്തൊരു സുന്ദരനെ, എന്തൊരു സുന്ദരനെ. നീരജ അത് മാത്രമല്ല എന്നോടൊരു ഗിഫ്റ്റ് ചോദിച്ചിരുന്നു. അപ്പം ഞാനൊരു റിംഗ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഫാത്തിമ കുട്ടിക്ക് 1 അല്ല 2 അല്ല 3 ഗിഫ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് വേണം അല്ലേ? കൺഗ്രാറ്റുലേഷൻസ് ഫാത്തിമ കുട്ടി. മനസ്സിൽ കുളിർമഴ പെയ്യുന്ന ഇനിയും ഗംഭീരമായ പെർഫോമൻസസുമായി നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ദിസ് ഇസ് എ ഹോൾ ക്രൂ സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്.